ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ട്രാവലിംഗ് വ്ളോഗാണ്. അപ്പോൾ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ചെറിയൊരു യാത്ര പോകുന്നുണ്ട് എന്നുള്ളതൊക്കെ. അപ്പോൾ ആ വീഡിയോ ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്ന സ്ഥലങ്ങൾ വയനാട് ബ്ലൂംസ് റിസോർട്ടിലോട്ടാണ്. അവിടെയായിരുന്നു ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അടുത്ത ദിവസം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്ന സ്ഥലം കാന്തൻപാറ വാട്ടർഫാൾസ്, അവിടെയും കൂടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ഒക്കെയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അന്ന് രാവിലെ ഞങ്ങൾ 7 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ പുറപ്പെട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഹസ്ബൻഡിന് ജ്യേഷ്ഠന്മാർ, വൈഫ്, കുട്ടികൾ, ഉമ്മ, അപ്പ അവരെല്ലാവരും കൂടിയാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചെറുതായിട്ടൊരു ചായ കുടിക്കണം പറഞ്ഞുകൊണ്ട് ചെറിയൊരു കൂൾ ബാറിൽ കയറിയതാണ്. അപ്പോൾ അവിടെ ചെറുതായിട്ടൊരു ചായയും സ്നാക്സൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര ആരംഭിക്കുകയാണ്. അങ്ങനെ താമരശ്ശേരി ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. 12 മണിക്കാണ് റിസോർട്ടിൽ എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് കർലാട് ലേക്ക് എന്ന സ്ഥലമുണ്ട്, അവിടെ പോവാണ് ആദ്യം. ജസ്റ്റ് അവിടെ പോയി കുറച്ച് നേരം ചിലവഴിച്ചതിന് ശേഷമാണ് റിസോർട്ടിലോട്ട് പോയത്. അവിടെ ബോട്ടിങ്ങും കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങി പോകുന്നത് മാത്രം. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ചിലവഴിച്ചതിന് ശേഷം റിസോർട്ടിലോട്ട് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ റിസോർട്ടിലൊക്കെ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഉൾഭാഗമൊക്കെ കാണിച്ചു തരാം. ഇതൊരു 4 ഏക്കറിലാണ് ഈ റിസോർട്ട് ഉള്ളത്. ഇങ്ങനെ ഓരോരോ കോട്ടേജുകളാണ്, മഡ് ഹൗസ്, ട്രീ ഹൗസ്, അങ്ങനെ എല്ലാം ഉണ്ട്. ഇങ്ങനത്തെ ഒരു മഡ് ഹൗസ് ഇവിടെ 2 എണ്ണമാണ് ഉള്ളത്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ട്രീ ഹൗസും ഈ കാണുന്നതാണ്. ഇതിൻ്റെ ഈ ഭാഗത്തായിട്ട് കണ്ടില്ലേ, ഇവിടെ ഒരു കോട്ടേജ് ഉണ്ട്. ഇതിൽ 2 ബെഡ്റൂം, ഹാള്, 2 സിറ്റ് ഔട്ട്, ഇങ്ങനെയൊക്കെയാണ് ഇതിലുള്ളത്. ഇതിൻ്റെ ഉൾഭാഗം കാണിച്ചു തരണമെന്നുണ്ട്, പക്ഷെ ഇതിൽ ആളുണ്ടായതുകൊണ്ട് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ ഒരു പൂവ് ഉണ്ടല്ലേ, മുല്ലയുടെ സ്മെല്ലാണ്, പക്ഷെ മുല്ലപ്പൂവല്ല കേട്ടോ, നല്ലൊരു മുല്ലയുടെ സ്മെല്ലുണ്ട്. ഇങ്ങനത്തെ ഒരു കോട്ടേജിലാണ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത്. 2 ബെഡ്റൂം, ഹാള്, സിറ്റ് ഔട്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ഒരു കോട്ടേജാണ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇങ്ങനത്തെ 2 കോട്ടേജാണ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ കാർപോർട്ടും കാര്യങ്ങളും അങ്ങനത്തെ കളികളൊക്കെ കളിക്കാൻ പറ്റിയൊരു സ്ഥലമാണിത്. ഇത് ചെറിയ ഒരു കിളിക്കൂടുകളാണ്. അപ്പോൾ ഇതാണ് ഇവിടെ ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലം കാണുന്നത്. ഈ കാണുന്നതാണ് ഭക്ഷണം കഴിക്കുന്ന സ്ഥലം. പിന്നെ ഇവിടെ രാവിലെ വൈകുന്നേരമൊക്കെ ചായ കുടിച്ച് സംസാരിച്ചിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണിത്.
പിന്നെ ഇതിൻ്റെ താഴേക്ക് ഓരോ കോട്ടേജുകളാണുള്ളത്. ഇങ്ങനത്തെ ഓരോ കോട്ടേജുകൾ, ട്രീ ഹൗസ് എല്ലാം ഉണ്ട്. റിസോർട്ടിന് ചുറ്റും മരങ്ങളാണുള്ളത്. ഒരുപാട് മരങ്ങളാണ് ഇവിടെ ഉള്ളത്. ഫുള്ളായിട്ട് പച്ചപ്പുള്ളൊരു സ്ഥലം. പിന്നെ എന്താ ഒരു കാം ആൻഡ് ക്വൈറ്റ് പ്ലേസ് എന്ന് തന്നെ പറയാം. ഫാമിലിയൊക്കെ ആയിട്ട് വരാൻ പറ്റിയ നല്ലൊരു സ്ഥലം തന്നെയാണിത്. ഇപ്പോൾ സമയം രാവിലെയാണ്. അപ്പോൾ ഹസ്ബൻഡും ജ്യേഷ്ഠന്മാരും വൈഫും അവരൊക്കെ ഷട്ടിൽ ബാറ്റ് കളിക്കുകയാണ് ഇവിടെ. തൊട്ടടുത്ത് ഒരു കോട്ടേജും കൂടി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ താഴോട്ട് ഒന്നും കൂടി പോയി നോക്കാം. പിന്നെ ഇവിടെ ചെറിയ ചെറിയ പൂളുകളാണ്. ഫിഷിനൊക്കെ വളർത്തുന്ന ഓരോ പൂളുകളാണ്. പിന്നെ ഇതാണ് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂള്. പക്ഷേ ഇതിപ്പോൾ അവർ കൊടുക്കാറില്ല. കൊറോണ കാരണം അവരത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇത് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണിത്. ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊരു കോട ഉണ്ട്. കണ്ടില്ലേ, ചെറുതായിട്ടൊരു കോട മൂടി നിൽക്കുന്നുണ്ട്. ഇവിടെ കണ്ടില്ലേ ചെറിയൊരു അരുവി കാണുന്നുണ്ട്. ഇതിൻ്റെ ബാക്ക് ഭാഗമാണ്, ഈ റിസോർട്ടിൻ്റെ ബാക്ക് ഭാഗമാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ റിസോർട്ടിൻ്റെ എൻ ഭാഗം. ഇവിടെ ഒരു കോട്ടേജും കൂടി ഉണ്ട് ഈ അരുവിൻ്റെ അടുത്ത് തന്നെ ആയിട്ടാണ്. ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഓരോ കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കോട്ടേജിലെ ഒരു ബെഡ്റൂമാണിത്. ഇപ്പോൾ സമയം രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ചിക്കന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മസാലയൊക്കെ തേച്ചിട്ട് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ ചാർക്കോളൊക്കെ വെച്ച് കത്തിച്ച് തരുവാണ് നമുക്ക് ചുടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചിക്കൻ ഞങ്ങൾ രാവിലെ തന്നെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചപ്പോൾ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രി ആയപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ചിക്കന് ഗ്രില്ല് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അവർ ചാർക്കോളും ഡീസലൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് കത്തിച്ച് എടുക്കുകയാണ് അവർ. അപ്പോൾ ഈ സൗകര്യങ്ങളൊക്കെ അവർ തന്നെ ചെയ്തു തരും. പിന്നെ പിറ്റേന്ന് ഞങ്ങൾ ഉച്ചയൊക്കെ ആയപ്പോൾ അവിടെ നിന്ന് പോന്നു. ഇപ്പോൾ ഞങ്ങൾ കാന്തൻപാറ വാട്ടർഫാൾസ് എന്ന സ്ഥലത്താണ്. അപ്പോൾ അവിടെ കുറച്ച് നേരം ചിലവഴിച്ചിട്ട് നാട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ റിസോർട്ടിൽ നിന്ന് ഞങ്ങൾക്ക് പൂളിൽ കളിക്കാൻ പറ്റിയൊരു ചാൻസ് കിട്ടിയില്ല. അപ്പോൾ അത് ഞങ്ങൾ ഇവിടെ പ്രയോജനപ്പെടുത്തിയിട്ടോ. ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ സ്ഥലമൊക്കെ ഉണ്ട് വാട്ടർഫാൾസിൽ. അപ്പോൾ കുട്ടികൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ വയനാടൊക്കെ വരുമ്പോൾ ഈ ഒരു സ്ഥലം കൂടി ഒന്ന് കണ്ടിട്ട് പോകണം കേട്ടോ. കാന്തൻപാറ വാട്ടർഫാൾസ് നല്ല രസമുള്ള സ്ഥലമാണിത്. അങ്ങനെ വാട്ടർഫാൾസ് ഒക്കെ കണ്ട് അവിടെയൊക്കെ നന്നായിട്ട് കുട്ടികൾ എൻജോയ് ചെയ്തതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോവുകയാണ് നാട്ടിലോട്ട്. ഇപ്പോൾ സമയം വൈകുന്നേരം ആയിട്ടുണ്ട്. അപ്പോൾ കടലിൽ നല്ല കോട നന്നായിട്ട് മൂടി വരുന്ന ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.
അപ്പോൾ ഈ ഞങ്ങൾ പോയ റിസോർട്ടിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോൻ്റെ താഴെ കൊടുക്കുന്നുണ്ട്, അവിടുത്തെ നമ്പറും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും വരാം. താങ്ക്